ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്കടുത്തുള്ള സെൻറ്റ് മൈക്കിൾസ് കോളേജ് ഗ്രൗണ്ടിലാണ്. കേരള PSC ആലപ്പുഴ ജില്ലയിൽ നടത്തുന്ന ഒട്ടുമിക്ക ഫിസിക്കൽ ടെസ്റ്റുകൾ നടക്കുന്ന ഒരു ഗ്രൗണ്ടാണ് ചേർത്തല സെൻറ്റ് മൈക്കിൾസ് കോളേജ്. 2026 ജനുവരി 6 മുതൽ ആരംഭിക്കുന്ന പോലീസ് KAP 3 ബറ്റാലിയൻകാരുടെ ഫിസിക്കൽ ടെസ്റ്റ് നടത്തുന്നത് ഈ സെൻറ്റ് മൈക്കിൾസ് കോളേജ് ഗ്രൗണ്ടിലാണ്. ഈ വീഡിയോ ഇന്ന് നമ്മൾ പറയുന്നത് ഈ ഗ്രൗണ്ടിൽ ഫിസിക്കൽ ടെസ്റ്റിന് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെയാണ് ഈ ഗ്രൗണ്ടിൻ്റെ സ്പെഷ്യാലിറ്റീസൊക്കെ എന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ആദ്യത്തെ ഇവൻ്റായ 100 മീറ്റർ ഓട്ടം ആരംഭിക്കുന്നത് ഈ പോയിന്റിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് നമ്മൾ 100 മീറ്റർ സ്റ്റാർട്ടിങ് എടുക്കുന്നത്. ഇവരെല്ലാവരെയും 4 പേരെയോ 5 പേരെയോ വെച്ചായിരിക്കും, 4 or 5 ആൾക്കാരെ നിർത്തിയാണ് ഓടിക്കുന്നത്. ഈ L ഷേപ്പ് കാണുന്നിടത്താണ് സ്റ്റാർട്ടിങ് പോയിന്റ്. ഇവിടെ നിന്ന് ആണ് നമ്മൾ ഓടി തുടങ്ങുന്നത്. ഈ സ്റ്റാർട്ടിങ് പോയിന്റിൽ മണ്ണ് കുറച്ച് കൂടുതലായ കാരണം ഗ്രിപ്പ് കിട്ടുന്നത് കുറച്ച് പാടായിരിക്കും. അപ്പോൾ എല്ലാവരും സ്പൈക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം വെച്ചാൽ സാധാ ഷൂ ഇട്ട് ഓടിയെങ്കിൽ നമുക്ക് ആ ഒരു ഗ്രിപ്പ് കിട്ടുന്നത് കുറവായതുകൊണ്ട് എല്ലാവരും സ്പൈക്സ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. എനിക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നു. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കണ്ട കൂടുതലും മണ്ണാണ് ഈ ഗ്രൗണ്ട്. എനിക്ക് ഗ്രിപ്പ് കിട്ടാൻ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ സ്പൈക്സ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണെന്നേ ഞാൻ പറയുള്ളൂ. ഇത് 100 മീറ്റർ ഓടുന്നതിൻ്റെ നടുക്കത്തെ ഭാഗമാണ്. ഏകദേശം 50 മീറ്റർ 60 മീറ്റർ 40 മീറ്റർ ആ ഒരു ഏരിയയാണ് ഈ സ്ഥലം. ഇവിടെ കുറച്ച് പുല്ലാണ്. പുല്ലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഓടുകയാണെങ്കിൽ നമുക്ക് അത്രയും നല്ലതായിരിക്കും. ഓക്കെ, ഈ കാണാനാണ് 100 മീറ്ററിൻ്റെ ഫിനിഷിംഗ് പോയിന്റ്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ വെച്ചാണ് നമ്മൾ 100 മീറ്റർ ഫിനിഷ് ചെയ്യുന്നത്. ഇവിടെ ഒരു L ഷേപ്പ് കല്ലുണ്ട്. ആ കല്ലിൻ്റെ അവിടെയാണ് 100 മീറ്റർ ഫിനിഷ് ചെയ്യുന്ന പോയിന്റ്. ഇതാണ് 100 മീറ്റർ ഫിനിഷിങ്ങിൻ്റെ പോയിന്റ്. രണ്ടാമത്തെ ഐറ്റമായ ഹൈ ജമ്പ് ചെയ്യാൻ ഇവിടെ നല്ല ബെഡൊക്കെ ഉണ്ട്. അതുകൊണ്ട് ബെഡിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒട്ടാരും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇവിടെ ഹൈ ജമ്പ് കിട്ടുന്നവർക്കാണെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും. അവർക്ക് ആ കാര്യത്തിൽ ആരും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ അടുത്ത ഐറ്റമായ ലോങ് ജമ്പിൻ്റെ റൺവേയും ലോങ് ജമ്പ് ബോർഡുമാണ് അതിന് കാണിക്കാൻ പോകുന്നത്. ഇതാണ് ലോങ് ജമ്പ് ചെയ്യേണ്ട പോയിന്റ്. ഇതാണ് ലോങ് ജമ്പിൻ്റെ റൺവേ. ഇവിടെ നമ്മൾ ഓടിച്ചെന്ന് അവിടെ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോൾഡുണ്ട്. ആ ബോൾഡ് ചേർത്ത് നമുക്ക് ടേക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ല ചാടാൻ പറ്റുന്നതൊക്കെ പാസ്സാകാവുന്ന ഒരു ഗ്രൗണ്ടാണ് ഈ മൈക്കിൾസിൻ്റെ ഗ്രൗണ്ട്. ഇതാണ് ലോങ് ജമ്പിൻ്റെ ജമ്പ് ചെയ്യാനുള്ള ബോൾഡ്. പിന്നെ ഈ കാണുന്നതാണ് ലോങ് ജമ്പ് ചെയ്ത് നമ്മൾ വീഴുന്ന ആ ഒരു കുഴി. അപ്പോൾ ഇവിടെ നിന്ന് കിളച്ചൊക്കെ റെഡിയാക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്ത് സേഫാക്കി തരും. അപ്പോൾ അക്കാര്യത്തിലൊന്നും ആരും പേടിക്കേണ്ട കാര്യമില്ല. ഇതാണ് ഇവിടുത്തെ ലോങ് ജമ്പിൻ്റെ ബോൾഡ്. തടി കൊണ്ടുണ്ടാക്കിയ ബോൾഡാണ്. അപ്പോൾ അത്യാവശ്യം ടേക്ക് ഓഫ് കിട്ടുമെന്നാണ് തോന്നുന്നത്. ഇതാണ് നാലാമത്തെ ഐറ്റമായ ഷോട്ട് പുട്ടിൻ്റെ റിങ്. ഇത് 1 മീറ്റർ റേഡിയസ് ഉള്ള ഒരു റിങ്ങാണ്. നമുക്ക് അത്യാവശ്യം നിൽക്കാൻ സ്പേസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഈ ബോൾഡ് ഉള്ളത് കൊണ്ട് നമുക്ക് ഫൗള് വഴി തത്തി അങ്ങോട്ട് പോകാനുള്ള ഫൗള് വരാനുള്ള ചാൻസ് തീരെ കുറവാണ്. അപ്പോൾ ആ കാര്യത്തിലൊന്നും ആരും പേടിക്കണ്ട. ഏകദേശം ഈ ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മളിവിടെ കവർ ചെയ്യേണ്ടത്. ഇത്രയും ഒരു ഡിസ്റ്റൻസിൽ ആണ് ഷോട്ട് പുട്ട് എറിയുന്നത്. അടുത്തായിട്ട് ബോൾ ത്രോയുടെ ഭാഗമാണ് ഈ കാണിക്കുന്നത്. ഇത് ഈ ഗോൾ പോസ്റ്റിൻ്റെ മുമ്പിൽ നിന്ന് ആണ് നമ്മൾ റൺവേ എടുക്കേണ്ടത്. നമ്മൾ വന്ന് ഓടി വന്ന് ഈ പോയിന്റിൽ നിന്ന് എറിയണമെങ്കിൽ ആ രണ്ടാമത്തെ സ്റ്റാർ കാണുന്ന ആ ഒരു പോയിൻ്റൊക്കെയാണ് ഏകദേശം ഈ ബോൾ ത്രോയുടെ പാസ്സാവുന്ന ലൈൻ. ആറാമത്തെ ഐറ്റമായ റോപ്പ് ക്ലൈമ്പിങ്ങിന് വേണ്ട റോപ്പ് കെട്ടുന്നത് ഈ മരത്തിലായിരിക്കും. സാധാരണ ഇവിടെ തന്നെ കെട്ടാറ്.
ഏഴാമത്തെ ഐറ്റമായ ചിന്നിങ് ചെയ്യാനുള്ള ചിന്നിങ് ബാറിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 2019 ഫിസിക്കിൻ്റെ സമയത്ത് ചിന്ന് ചെയ്യാനായിട്ട് വേറൊരു ബാർ ഇവർ അറേഞ്ച് ചെയ്തായിരുന്നു. പിന്നെ ഈ കഴിഞ്ഞ ഫിസിക്കലിന് ഈ ചിന്നിങ് ബാറിലാണ് ചിന്നടിപ്പിച്ചത്. ഈ ചിന്നിങ് ബാർ എന്ന് പറഞ്ഞാൽ കുറച്ച് വണ്ണമുള്ളതും എന്നാൽ കയ്യിലൊതുങ്ങുന്ന ടൈപ്പ് ആയിട്ടുള്ള ഒരു ചിന്നിങ് ബാറാണിത്. കൈയധികം സ്ലിപ്പാക്കാതെ നമുക്കൊരു ഗ്രിപ്പ് ഇവിടെ കിട്ടുന്നുണ്ട്. സെൻറ്റ് മൈക്കിൾസ് കോളേജിലെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 400 മീറ്റർ ഗ്രൗണ്ടാണ്. അപ്പോൾ ഇവിടെ ഒരു അത്യാവശ്യം വലിയ ഗ്രൗണ്ട് തന്നെയാണ്. നിങ്ങൾക്ക് തന്നെ ഇപ്പം വീഡിയോ കാണാം, ഇവിടെ മഴയൊന്നും ഇല്ലാത്ത കാരണം നല്ല ചൂടായിരിക്കും ഈ 1500 സമയമാകുമ്പോൾ. അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാവുമല്ലോ. ഇതൊക്കെയാണ് സെൻറ്റ് മൈക്കിൾസ് കോളേജിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇനി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അവർക്കും ഫിസിക്കൽ ഉണ്ടെങ്കിൽ എല്ലാം സഹായമായിരിക്കും. ഇതുപോലെയുള്ള മറ്റ് ഗ്രൗണ്ടുകളുടെ വീഡിയോയ്ക്കകത്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പിന്നെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ അടുത്തത് ഏത് ഗ്രൗണ്ടിനെ കുറിച്ചുള്ള വീഡിയോ വേണമെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മൾ ചെയ്യുന്നതാണ്.